കൂട്ടുകാരെ, എല്ലാവർക്കും ചൈതന്യ ചൈതു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. കണ്ണേട്ടാ കുഞ്ഞാറ്റിനെ കണ്ടുപിടിക്കണേ. ദേ ഒന്ന് പോയിക്കോണം അവിടുന്ന്. അവളുണ്ട് അവളുടെ ഒരു കുഞ്ഞാറ്റ്. വെറുതെ മനുഷ്യനെ കൊണ്ട് കുഴി ചാടിച്ചിട്ട് നോക്കി നിന്ന് കൈയടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചോ. അവളൊരു പുതിയ ക്യാരക്ടറിനെ ഉണ്ടാക്കണമെന്ന കുഞ്ഞാറ്റ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ വെറുതെ മണ്ടനാവുന്നൊന്നും നീ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പൊന്നു കണ്ണേട്ടാ, ഞാൻ കണ്ണേട്ടനെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സത്യമായിട്ടത് ഞാൻ വെച്ച ലെറ്റർ അല്ല കണ്ണേട്ടാ. കണ്ണേട്ടൻ കണ്ണേട്ടന്റെ ബാഗിൽ നോക്ക്, മറ്റേ ലെറ്റർ കിട്ടും. ഞാൻ വെച്ചത് കണ്ണേട്ടന് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അറിയാലോ, അപ്പൊ കണ്ണേട്ടന് മനസ്സിലാവല്ലോ. എങ്ങനെയെങ്കിലും അമ്മേന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ലെറ്റർ ഒന്ന് കണ്ണേട്ടൻ കണ്ടുപിടിക്ക്. എന്നിട്ട് കണ്ണേട്ടൻ ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ അങ്ങനെയൊന്നും എഴുതാനായിട്ടില്ല കണ്ണേട്ട, എനിക്ക് അറിയാൻ പാടില്ല അത്ര ഒന്നും എഴുതാനൊന്നും. വേണ്ട, നീ പറയണ ഒരു കാര്യവും ഞാൻ വിശ്വസിക്കത്തില്ല. വെറുതെ കുഴിയിൽ പോയി ചാടാൻ ഈ കണ്ണനെ കിട്ടത്തില്ല കേട്ടോ. എന്റെ പൊന്നു കണ്ണേട്ട, എന്നെ ഒന്ന് വിശ്വസിക്കും. ഈ കുഞ്ഞാറ്റ ഉള്ളത് തന്നെയാ, അല്ലാതെ ഞാൻ പറഞ്ഞു വിട്ടതൊന്നുമല്ല കുഞ്ഞാറ്റേനെ. ഞാൻ വെച്ച ലെറ്റർ അല്ല കണ്ണേട്ട. അത് എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കി കണ്ണേട്ടാ. ഒന്ന് പോയേടി അവിടുന്ന്. നിന്നോട് എടുക്കണമെന്ന് വർത്താനം പറഞ്ഞു നിന്നാലേ ടീച്ചർ എന്നെ ക്ലാസ്സിൽ കയറ്റത്തില്ല. നീ നിന്റെ ക്ലാസ്സിൽ പോകാൻ നോക്കിപ്പോ. ഞാൻ ക്ലാസ്സിൽ പൊക്കോളാം. ഞാൻ പറയണത് കേട്ടില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നല്ലൊരു വെള്ളാരം കണ്ണുള്ള രാജകുമാരനെ മിസ്സാവും കേട്ടോ. ഒന്ന് പൊയ്ക്കോണം അവിടുന്ന്. അവളുടെ ഒരു വെള്ളാരം കണ്ണുള്ള രാജകുമാരി ഉണ്ട്. അമ്മേനോട് ഇനി ഞാൻ പറയുന്നുണ്ട്, നിനക്ക് കഥയൊന്നും പറഞ്ഞു തരണ്ട രാത്രിന്ന്. നിനക്ക് കഥയൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് മാത്രമാ എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഓരോ കഥയും കേട്ടിട്ട് അതിനകത്തെ ക്യാരക്ടറിനെ ഇമാജിൻ ചെയ്ത് അത് സ്വന്തം ക്യാരക്ടറാക്കി മാറ്റി. എന്തൊക്കെ പ്രശ്നം നീ ഉണ്ടാക്കുന്നേ? എന്ത് കാര്യത്തിനാ? നിനക്ക് അതുകൊണ്ട് എന്ത് സംതൃപ്തിയാ കിട്ടുന്നേ? ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോ, അല്ലെങ്കിൽ വീട്ടിൽ പോ. ഞാൻ പോവാ. ആരുമില്ലല്ലോ എന്നെ വിശ്വസിക്കാൻ. ഞാൻ ഈ ലെറ്റർ അതല്ലല്ലോ. കുഞ്ഞായിട്ട് നേരിട്ട് വരുമ്പോ എന്തായാലും കണ്ണാട്ടിന് മനസ്സിലാവല്ലോ. അപ്പൊ എന്റെ അടുത്ത് തിരിച്ച് ക്ഷമ പറയാൻ വരട്ടെ. മുന്നിക്കിട്ട് നോക്കി രണ്ട് കുത്തു കൊടുക്കണുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഞാനിപ്പോ എല്ലാവർക്കും ഒരു കറിവേപ്പില എന്തായാലും കറിക്കകത്തിട്ട് കറിക്ക് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പുറത്തു കളയല്ലോ. അതുപോലെ തന്നെ എല്ലാവരുടെ എല്ലാ ആവശ്യത്തിനും എന്നെ വേണം. ആവശ്യം കഴിയുമ്പോ ആർക്കും എന്നെ വേണ്ട. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാരും നല്ല ഉഷാറിലാണല്ലോ ഇന്ന്. അന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? മിസ്സേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ കണ്ണ, ഇന്ന് വലിയ ഉഷാറിലാണല്ലോ. എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? അത് പിന്നെ മിസ്സേ, ഈ കൊല്ലത്തെ ടൂർ പ്ലാൻ ചെയ്തിട്ടില്ലേ? അത് എന്നത്തേക്കാ? അപ്പുറത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അടുത്ത മാസം 12-ാം തീയതി ആണെന്ന്. ശരിയാണോ മിസ്സേ? ഓ, വെറുതെ അല്ല, ഞാൻ ഓർത്ത് പഠിക്കണ എന്തോ കാര്യമാണെന്ന്. അപ്പൊ ട്രിപ്പിന്റെ കാര്യമാണല്ലേ? അതൊക്കെ വഴിയെ നിങ്ങളോട് പറയും കേട്ടോ. അപ്പുറത്തെ ക്ലാസ്സിൽ പറഞ്ഞെന്ന് ആരാ പറഞ്ഞേ? അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. വെറുതെ കുട്ടികൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും കേട്ടോ. അല്ല മിസ്സേ, സത്യമാണ് മിസ്സേ. അവിടുത്തെ ക്ലാസ് ടീച്ചർ പറഞ്ഞെന്നാ പറഞ്ഞേ. മിസ് 2 ദിവസമായിട്ട് ലീവ് ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും മിസ് അറിയാതെ പോയത്. മിസ് അതിനെ കുറിച്ച് തിരക്കിയിട്ടൊന്ന് ഞങ്ങളോട് പറയാവോ? ഓ, അങ്ങനെയായിരുന്നോ? അന്ന് ഞാൻ തിരക്കിയിട്ട് പറയാൻ കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പ്രാവശ്യത്തെ എക്സാമിന് ജയിക്കാതെ ഒറ്റ കുട്ടികളെ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ സമ്മതിക്കില്ല. എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. പോട്ടെ, ഫുൾ മാർക്ക് വേണ്ട, എക്സാമിന് ജസ്റ്റ് പാസ് എങ്കിലും ആയാലേ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ഒരൊറ്റ കുട്ടീനെ കൊണ്ടുപോകരുതെന്ന് ഞാൻ പ്രിൻസിപ്പലിനോട് ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യും. വേണ്ടതുണ്ടെങ്കിൽ മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്ന ട്രിപ്പ് നമുക്ക് അടിപൊളിയാക്കാം. എന്നാൽ നിങ്ങൾ മിണ്ടാതെ വിടിയിരിക്കട്ടെ, ഞാനൊന്ന് പോയി തിരക്കിയിട്ട് വരാം. അല്ലു, ഒന്ന് പേര് എഴുതി വെച്ചേക്കട്ടോ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോന്ന്. ശരി മിസ്സേ, ഞാൻ പേരെഴുതി വെച്ചേക്കാം. എല്ലാരോടും കൂടി ആട്ടാ പറയണേ. ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞ് ഞാൻ അപ്പ പേരെഴുതി വെക്കുവേ. ഇപ്പൊ നീയല്ലേ മിണ്ടിയത്?
ആദ്യം നീ നിന്റെ പേര് എഴുതി വെക്ക്. ഞാനത് പറയാൻ വേണ്ടിട്ട് മിണ്ടിയതല്ല, അല്ലാതെ മിണ്ടിയതൊന്നും അല്ലല്ലോ. എന്നാലും നീ അല്ലേ ആദ്യം മിണ്ടിയത്, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മിണ്ടാവും ഓരോ പ്രാവശ്യം. അതിന് കുഴപ്പമൊന്നുമില്ല. വെറുതെ പേര് എഴുതി കഴിഞ്ഞാലുണ്ടല്ലോ, തിരിച്ചു പോകുമ്പോ ഞാൻ സിൽബപ്പ് വാങ്ങിച്ചു തരില്ല കേട്ടോ. എന്നാ പോ, ഞാൻ ആരുടെയും പേര് എഴുതുന്നില്ല. നിങ്ങൾ എല്ലാരും മിണ്ടിക്കോട്ടെ, പയ്യെ മിണ്ടണേ. മാളു ഇന്ന് കുഞ്ഞാറ്റ വന്നില്ലല്ലോ. അവള് വന്നോളും. അവൾ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടല്ലേ വരുന്നേ. എന്തായാലും വരാതിരിക്കില്ല. അവൾക്ക് എന്തായാലും കണ്ണനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്ന് അവളെ കണ്ണന്റെ ബാഗിൽ ഒരു ലെറ്റർ വെച്ചില്ലേ, അതെന്തായാലും ഇതുവരെയായിട്ട് അറിയില്ലല്ലോ. കണ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ഓ, ബുക്ക് തുറക്കാത്ത അവന്റെ ബാഗിൽ ലെറ്റർ വെക്കണം നീ അന്നേ പറഞ്ഞതല്ലേ. അവനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബുക്ക് വലിച്ച് എങ്ങോട്ടെങ്കിലും ദൂരത്തോട്ട് അറിയും. അവൻ പഠിക്കാനൊന്നും പോകുന്നില്ല. അവൻ മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ അവൻ എവിടെ നിന്നേനെ. അവന് ബുദ്ധി ഇല്ലാത്തോണ്ടൊന്നുമല്ല, ക്ലാസ്സിലെ ബ്രില്യന്റ് സ്റ്റുഡന്റ് അല്ലായിരുന്നോ കണ്ണൻ നേരത്തെ. കണ്ണന് മടിയായതുകൊണ്ടല്ലേ കണ്ണൻ ഇപ്പൊ പഠിക്കാതെ കുഴപ്പമേ. എന്തൊക്കെയായാലും ലെറ്റർ ബോംബ് പാളിയല്ലോ. ഇനി അടുത്തത് എന്ത് ചെയ്യും? എനിക്കറിയില്ല. അവളുടെ പേര് വല്ല പുതിയ വല്ല ഐഡിയ ഉണ്ടാവുമായിരിക്കും. എന്നാലും അവൾ എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നേ? അവക്കൊന്ന് പറഞ്ഞുകൂടെ കണ്ണനോട് ഇഷ്ടമാണെന്ന്? കണ്ണന് ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ തന്നെ പറയുമല്ലോ. അതാണ് അവളുടെ പേര്. കണ്ണന് ഇഷ്ടമല്ലെങ്കിൽ അവൻ അപ്പൊ തന്നെ പറയുമല്ലോ. അവൾക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് അവള് പറയുന്നേ. അവള് പറയണ്ട, പറയാതെ നടന്നു. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു. അപ്പുറത്തെ ക്ലാസ്സിൽ നിമിഷ ഇല്ലേ, നിമിഷ. നിമിഷയ്ക്ക് കണ്ണന് ഇഷ്ടമാണെന്ന് നിമിഷയുടെ കൂട്ടുകാരി ചിഞ്ചു പറഞ്ഞു എന്നോട്. അവള് കണ്ണനോട് പറയാനിരിക്കുവാണെന്നാ പറഞ്ഞത്. അയ്യോ, എന്നാ പണി പാളല്ലോ. എന്നാ കുഞ്ഞാറ്റനോട് നാളെ തന്നെ കണ്ണനോട് പറയാം. മിണ്ടല്ലേ, മിസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊരു ബഹളാണ് ഇവിടെ. ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് മിണ്ടാതിരിക്കണോന്ന്. അല്ലു, ആരൊക്കെയാ മിണ്ടിയത്? പേരുതാ. അല്ലു, കണ്ണൻ, മാളു, ലീന. എടാ, നിന്നോട് പേര് തന്നിട്ട് ആദ്യം നീ തന്നെ വർത്താനം പറഞ്ഞു. കൊള്ളാലോ നീ ആള്. ലീഡർ സ്ഥാനത്ത് നിന്നെ ഞാൻ മാറ്റുന്നുണ്ട്. സോറി മിസ്, ഇനി ആവർത്തിക്കില്ല. കുഞ്ഞാറ്റ വരുന്നുണ്ട്. മേ ഐ കം ഇൻ മിസ്? അൻസിയ, എന്താ ലേറ്റ് ആയിട്ട് വരുന്നേ? എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നേ അൻസിയ ക്ലാസ്സില്.